മാഷേ, പശ്ചിമേഷ്യ വലിയ രീതിയിൽ സംഘർഷഭരിതമായി തീരുകയാണ്. ഇസ്രായേൽ പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് റിജിം അത് ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, ഇസ്രായേലിന് മാത്രമല്ല, അറബ് രാജ്യങ്ങൾക്ക്, അമേരിക്കയ്ക്ക്, യൂറോപ്പിന്, എല്ലാവർക്കും. അപ്പം ഈ ഒരു ഈവിൾ ഫോഴ്സിനെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ഇത് അവസാനിക്കുള്ളൂ. അതായത് ആയത്തുള്ള അലി ഖമനേയിയെ ഇല്ലാതാവണം. എങ്കിൽ മാത്രമേ മുഴുവൻ പ്രശ്നത്തിൻ്റെയും പരിഹാരമാവുള്ളൂ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ആരുടെ ഭാഗത്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ശരി എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ചോദ്യം. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് തെമ്മാടി രാജ്യമാണ് ഇസ്രായേൽ എന്ന് നേരത്തെ തന്നെ തെളിയിച്ചതാണ് എന്നുള്ളതാണ്. അല്ല, ഇസ്രായേലിൻ്റെ വിഷയങ്ങളെ നമ്മൾ പലസ്തീനുമായി താരതമ്യം ചെയ്ത്, അല്ലെങ്കിൽ പലസ്തീനിൽ അവർ നടത്തിയ അതിക്രമങ്ങൾ, അങ്ങനെയാണ് അവരെ തെമ്മാടി രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആയത്തുള്ള ഖമേനിയെ അങ്ങനെ ഒരു കാരണവശാലും ഒരു പുരോഗമന ഭരണാധികാരി എന്ന നിലയ്ക്ക് ആർക്കും കാണാൻ കഴിയില്ല. കാരണം അവിടുത്തെ റൂൾസ് എല്ലാം തന്നെ വളരെ കർശനമാണ്. സ്ത്രീകൾക്ക് യാതൊരു വിധമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകാതിരിക്കുന്ന ഒരു രാഷ്ട്രം, മാത്രമല്ല ഒരു മതരാഷ്ട്രമാണ്. അപ്പോൾ ഒരു മതരാഷ്ട്രത്തെ ന്യായീകരിക്കാൻ ആധുനിക കാലത്ത് ഒരു മനുഷ്യൻ സാധ്യമായ കാര്യമല്ല. പക്ഷേ പല മതരാഷ്ട്രങ്ങളിങ്ങനെ ശക്തിയായിട്ട് നിൽക്കുന്നു. അതിലൊന്നാണ് ഇറാൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ഖമേനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മതരാഷ്ട്രവാദിയാണ്, ഇസ്ലാമിസ്റ്റാണ്. ആ രീതിയിൽ തീവ്ര സ്വഭാവം പുലർത്തുന്ന ഒരാളാണ്. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അതൃപ്തിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഉണ്ട് എന്നുള്ളത് ശരിയായ കാര്യമാണ്. പക്ഷേ ഇസ്രായേൽ പറയുന്ന ഈ ഒരു വാദം അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കുക, ഇറാനെ ഇല്ലാതാക്കുക. കാരണം അതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മാരകമായ ശത്രുവാണ്. അങ്ങനെയാണ് അവർ കണക്കാക്കുന്നത്. കാരണം വെച്ചാൽ ഇവരെന്തെങ്കിലും ഏത് കാലത്തായി കഴിഞ്ഞാലും ഇവരെ തീർക്കാനായിട്ട് തീരുമാനിച്ചാൽ ആണവായുധങ്ങളുണ്ടെങ്കിൽ തീർന്നു പോകാനുള്ള ഒരു സ്ഥലം മാത്രമേ ഇസ്രായേലുള്ളൂ. അത്ര ചെറിയ ഒരു സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കാര്യത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് പ്രസക്തി ഉണ്ടാകും. പക്ഷെ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ചുമ്മാ ഇഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ ആക്രമിക്കുക, ഉപദ്രവിക്കുക, തെമ്മാടിത്തരം കാണിക്കുക. അതിൽ യാതൊരു പ്രശ്നമില്ല. അതിനെപ്പോഴും സഹായമായിട്ട് അമേരിക്ക ഉണ്ടായിരിക്കും. കാരണം അമേരിക്കയുടെ ഒരു ഉപകരണമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ യുദ്ധം ഇറാനും അതുപോലെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ എന്ന് പറയുന്നത് അമേരിക്ക പറഞ്ഞതുപോലെ ആണവായുധ നിർവ്യാപന കരാറിൽ ഒപ്പിടാനായിട്ട് ഇറാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അമേരിക്ക പറഞ്ഞത് കേട്ടില്ല. ഉടനെ അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞു, കൊടുക്കണം അവൻ്റെ കരണത്തടി. അങ്ങനെ കരണത്തടിച്ചതുപോലെയുള്ള ഒരു അക്രമമാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സമയത്ത് സംഭവിച്ചത്. പക്ഷേ ഇസ്രായേൽ തിരിച്ചാക്രമിച്ചു. എത്രമാത്രം ആണ് അതിൻ്റെ സാധ്യത അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ വ്യാപ്തി, അതെത്രമാത്രം മാരകമായ പ്രഹരമായിരിക്കും ഇസ്രായേലിനുണ്ടാക്കുക എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വലിയ ശക്തിയോടുകൂടി ഇറാനെ മറ്റവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് കഴിയും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഖമേനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂളറാണ്, വളരെ ശക്തനാണ്. അപ്പോൾ ഈ ശക്തനായിട്ടുള്ള ഈ ഖമേനി നിൽക്കുന്നിടത്തോളം കാലം ഇറാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ വഴങ്ങാനുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ യുദ്ധം ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. മാത്രമല്ല ഇറാൻ്റെ പവേഴ്സ് അവർ യൂട്ടിലൈസ് ചെയ്തോന്ന് ചോദിച്ചാൽ അത് അറിയാൻ പാടില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ സേഫായിട്ടുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കുറേ ബാലിസ്റ്റിക് മിസൈൽ പിറക്കി ഇസ്രായേലിലേക്ക് അയക്കും. അതിൽ കുറേയൊക്കെ അവിടുത്തെ ആൻറ്റി മിസൈലുകൾ തകർക്കും. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ചെന്നോടൊക്കെ വീഴും, തകരുകയൊക്കെ ചെയ്യും. ഇപ്പോൾ രണ്ട് പ്രധാന ഈ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട് ഇസ്രായേൽ. അല്ല, ഇസ്രായേലിന് ഖമേനിയെ കൊല്ലണം എന്ന് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ കൊന്നുകളയാമായിരുന്നു. അറിയില്ല, യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇനിയിപ്പോൾ ഖമേനിയെ കൊല്ലാൻ അത്ര എളുപ്പമായിരിക്കും. അമേരിക്കയ്ക്ക് താല്പര്യമില്ലാന്നാണ് ഖമേനിയെ തീർക്കാൻ. കാരണം സംഘർഷമാവും കൂടുതൽ. അല്ല, അമേരിക്കയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ താല്പര്യം. ട്രംപ് ഒരുതരം തെമ്മാടിയാണല്ലോ ശരിക്കും. അയാളുടെ എല്ലാ ജൽപ്പനങ്ങളും നമ്മളെല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് തെമ്മാടി സംസാരിക്കുന്നതായി. അമേരിക്കയ്ക്കൊരു കൾച്ചറുണ്ടായിരുന്നു ശരിക്കും. ആ കൾച്ചറൊക്കെ മുഴുവൻ നശിപ്പിച്ച ഒരാളാണ് യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് പറയുന്നത്. ട്രംപ് കാണിക്കുന്ന വിക്രികളുടെ ഭാഗം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ടായിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ എന്നാണ്. നമ്മൾ ഏറെക്കുറെ സമാധാനപരമായ രീതിയിൽ ലോകം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്
യുദ്ധങ്ങൾ അവിടെ ഇവിടെ കെട്ടുപൊട്ടി പുറപ്പെടുന്നു. ശരിക്കും യുദ്ധങ്ങളിങ്ങനെ വരും എന്ന് പോലും ഇന്നത്തെ ഈ സമൂഹം ഞാൻ അങ്ങനെ കരുതിയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ സ്ഥിതി എന്താണ്? അത് ചിലപ്പോൾ മറ്റവനെ തോൽപ്പിക്കും, ആരെ എതിരാളിയെ തോൽപ്പിക്കും. പക്ഷേ ഈ തോൽപ്പിക്കുന്ന വിജയിയും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ആത്യന്തികമായിട്ട്. കാരണം എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇവർ ഓരോ ദിവസം കത്തിച്ചളയുന്നത്. ഇസ്രായേലിന് അവിടെ നിന്ന് വെറുതെ ഭൂമിയിൽ നിന്ന് കുഴിച്ച് കാശുണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറേ കഴിയുമ്പോൾ എന്തെന്ന് വെച്ചാൽ അതൊരു ദരിദ്ര രാഷ്ട്രമായിട്ട് മാറും എന്നുള്ളതാണ്. യുദ്ധം ചെയ്ത് അത് ഒരു നശിച്ച രാഷ്ട്രമായിട്ട് മാറും കുറേ കഴിയുന്ന സമയം. ഇപ്പോഴല്ല, കുറേ കഴിയുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ പൊതുവേ ഇന്നത്തെ രാഷ്ട്രങ്ങൾ, ഇപ്പം അമേരിക്ക ആയാലും അതേപോലെ റഷ്യ, ചൈന, ഇവർക്കൊന്നും യുദ്ധം ചെയ്യുന്ന താല്പര്യമില്ല. യുദ്ധം ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് ഇവർ ആയുധ കച്ചവടക്കാരാവാൻ, ഇവരുടെ ആയുധ കച്ചവടമാണ് പ്രധാനപ്പെട്ട പരിപാടി. അതിനാണ് ഈ മേഖലകളിലൊക്കെ ഇങ്ങനെ യുദ്ധം ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുതിയ കാലത്തെ ഇങ്ങനെ സംഘർഷഭരിതമാക്കി മര്യാദയില്ലാത്തതും നീതിയില്ലാത്തതൊക്കെ ആയിട്ട് മാറ്റി തീർക്കുന്നതിൽ ട്രംപിൻ്റെ പങ്ക് വളരെ വലുതാണ്. എന്നിട്ട് പറയും ഞാനാണ് ഇതിൻ്റെ ഇടയിൽ. ഇനി കുറേ കഴിയുമ്പോൾ ഇതൊക്കെ നിർത്തി കഴിയുമ്പോൾ പറയും ഞാൻ പറഞ്ഞിട്ടവരൊക്കെ നിർത്തി, അപ്പം ഞാൻ പറഞ്ഞിട്ടവരൊക്കെ തുടങ്ങി, ഞാൻ പറഞ്ഞിട്ടൊക്കെ നിർത്തി. ഇയാൾ ആരാണ് ഇയാൾ ശരിക്കും പറഞ്ഞാൽ? അപ്പം മറ്റ് രാഷ്ട്രങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും ഇന്ത്യയുടെ കാര്യത്തിൽ എങ്ങനെ സംഭവിച്ചു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ യുദ്ധം നിർത്തിയത് ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ട്രംപ് പറയുന്നത് ഒരിക്കലും സമ്മതിക്കുന്നില്ല. ഇപ്പം G7 ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ എന്താണ് ട്രംപ് തിരിച്ചു വരികയുണ്ടായി. എന്നിട്ട് ട്രംപ് പറഞ്ഞത് ഇറാൻ ഷുഡ് ഹാവ് സൈൻഡ് ദ ഡീൽ, ഐ ടോൾഡ് ദം ടു സൈൻ, വാട്ട് എ ഷെയിം, എ വേസ്റ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഇറാൻ കനോട്ട് ഹാവ് ന്യൂക്ലിയർ വെപ്പൺ, ഐ സെഡ് ഇറ്റ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അതെ, അത് നേരത്തെ കുറച്ച് നാളുകളായിട്ട് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഒരു കാരണവശാലും ഇറാൻ അവരുടെ ന്യൂക്ലിയർ വെപ്പണെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ള പ്രൊസീജിയറായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. അത് നിർത്തണം. അത് നിർത്താൻ വേണ്ടിയിട്ടുള്ള കരാറിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം. യുറേനിയം ശേഖരം ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് ഇവരിത് ഡെവലപ്പ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കൈമാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ അത് കൂട്ടാക്കുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് അമേരിക്കയ്ക്ക് എന്തിനാ ഇതൊക്കെ കൈമാറണം? അമേരിക്ക ആരാണ്? അങ്ങനെ ചോദിച്ചൂടെ ഒരു രാഷ്ട്രങ്ങൾക്കും? ഇപ്പോൾ കൊറിയയുടെ അടുത്ത് ഇതൊക്കെ ചെന്നിട്ട് സമ്മതിക്കുന്നില്ല. അവിടെ പക്ഷേ ഇസ്രായേൽ പറയുന്ന ഒരു ന്യായം, ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന ഒരു രാജ്യം, ഇപ്പോൾ ഈ ഇറാൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾക്കെതിരെ വരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ അറബ് രാജ്യങ്ങളിലെല്ലാം അട്ടിമറിയും തീവ്രവാദവും പ്രചരിപ്പിക്കുകയാണ് ഈ ഇറാൻ എന്ന് പറയുന്ന ഇസ്ലാമിക് റിജൈം. അത് ഇല്ലാതാവണം. അതൊരു ഇവിൾ ഫോഴ്സാണ്. അവരെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അതിലൂടെ സംരക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഇറാനികളെയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലസ്തീനിൽ അവരെന്താ ചെയ്ത്? പലസ്തീനിൽ 50,000-നും 60,000-നും അടുത്ത് പലസ്തീനുകളെ കൊന്നു തിന്നു ഇസ്രായേൽ. അത് തന്നെയായിരിക്കില്ലേ ഈ ഇറാനും അതുപോലെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇത്തിരിയും കൂടി മൂർച്ഛിച്ച് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്? 10,000-കണക്കിന് മനുഷ്യർ മരിക്കും. എന്നിട്ട് പിന്നെ ആരെ സംരക്ഷിക്കണവർ? ഇറാനികളെ സംരക്ഷിക്കണ ഇറാനികളെ കൊന്നിട്ടാണ് ഇറാനികളെ സംരക്ഷിക്കും. അതിൽ കഥയിലില്ല. പലസ്തീനിൽ എത്ര ആളുകൾ കൊന്നു തീർത്തത് ഇസ്രായേലാണല്ലോ, വേറെ ആരുമല്ല. ഹമാസല്ലോ വന്ന്. അപ്പോൾ ഹമാസ് അതിന് കാരണം ഇട്ടുകൊടുത്തു. കാരണം എന്ന് വെച്ചാൽ അവരുടെ തെമ്മാടിത്തരം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ യുദ്ധം ആരംഭിക്കാനായിട്ടുള്ള സൗകര്യം ഇസ്രായേലിനുണ്ടാവുകയും ഇസ്രായേൽ അത് തുടർന്ന് ഇത്രയധികം ആളുകളെ കശാപ്പ് ചെയ്ത് ഗസ എന്ന് പറയുന്ന സാധനം തീർത്ത് അത് ട്രംപിന് സമ്മാനമായിട്ട് കൊടുക്കും എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇറാനിൽ ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിടക്ക് വളരെ ശക്തമായിട്ട് പറഞ്ഞത് ഖമേനിയെ തട്ടിക്കളയും എന്നാണ് പറഞ്ഞത്. ഖമേനിയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതി. കാരണം അയാളുടെ ഒരു സ്വേച്ഛാധിപത്യം, അതേപോലെ തന്നെ അയാളുടെ മത തീവ്രവാദം, ഇതിൻ്റെ കീഴിൽ ഞെരിഞ്ഞമരുകയാണ് ശരിക്കും പറഞ്ഞ ഇറാനി. അപ്പം അയാളെ അയാളെ മാത്രം തട്ടിക്കളഞ്ഞു വരെയായിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് ഇപ്പം വാർത്ത വന്നിട്ടുണ്ട്, ജനങ്ങൾ പോലും ആന്റി ഖമനൈ സ്ലോഗൻസ് മുഴക്കുകയാണ്. അല്ല, ഖമേനിക്കെതിരാണ്. അവിടെ നേരത്തെ നമുക്കറിയാവുന്നല്ലേ 2002 ഒരുപാട് സംഭവങ്ങൾ നടന്നതാണ്. ഖമേനിക്ക് എതിരാണ് അല്പം ഉൽപ്പുതുഷങ്ങളായിട്ടുള്ള എല്ലാ മനുഷ്യരെയും. കാരണം വെച്ചാൽ അവരുടെ ജീവിതത്തെ വളരാനും വികസിക്കാനും അനുവദിക്കാത്ത തരത്തിൽ തീവ്രമായ ചില മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുന്നവർ ഖമേനിക്കെതിരാണ്. എത്ര വർഷമായി ഖമേനി ഭരിക്കുന്നു? അതെ. അപ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ പലപ്പോഴും
ചിലപ്പോൾ എന്ത് ചെയ്യും, അടിച്ചമർത്തപ്പെടും. ഭരണകൂടങ്ങളുടെ മുന്നിൽ പല വിപ്ലവകരമായിട്ടുള്ള നീക്കങ്ങളും അടിച്ചമർത്തപ്പെട്ടതാണ് നമ്മുടെ ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറയും. ഇവിടെയും അങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇപ്പോൾ ചെയ്തത് വ്യത്യസ്തമായിട്ട് ഖമേനിയെ തട്ടികളായിരുന്നു ഏരിയ. ഇറാൻ്റെ 2-3 പ്രമുഖരായിട്ടുള്ള പട്ടാള ഉദ്യോഗസ്ഥരെയും അതുപോലെ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ തട്ടിയതുപോലെ ഖമേനിയെ തട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു. അതാണ് നല്ലതായിരുന്നു, അത് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഖമേനിയാണ് എല്ലാത്തിൻ്റെയും പ്രതി എന്ന് പറഞ്ഞാൽ അയാളെ ആയത്തുള്ള ഖമേനിയെ തട്ടിക്കളയാമായിരുന്നാണ്. ഇപ്പോൾ പലസ്തീനിലെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇറാനുമായിട്ട് സംഘർഷവുമില്ല. ആ സമയത്ത് വളരെ എളുപ്പത്തിൽ ഇവരുടെ മൊസാദിനെ ഉപയോഗിച്ച് അയാളെ തീർക്കാമായിരുന്നു. നമുക്കറിയില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ. കാരണം ഇതെല്ലാം ഇവരുടെ വളരെ സ്ട്രാറ്റജിക്കായ വളരെ നിഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന് അറിയില്ല ശരിക്കും എന്താ സംഭവിക്കുന്നത്. ശരിക്കും നമ്മൾ ഇതിനെ വേറൊരു ആംഗിളിൽ കാണുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായി, ക്രിസ്ത്യാനികളെ മറികടന്നുകൊണ്ട് മുസ്ലിം പോപ്പുലേഷൻ ലോകത്ത് വർദ്ധിക്കുകയാണ് എന്നുള്ളത്. ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു വലിയ ഭീതി ചില ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്നില്ല? അല്ല, ഇത് എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും വരുന്നൊരു പ്രശ്നമാണ്. കാരണം ഒരു നിയന്ത്രണമില്ലാതെ കുട്ടികൾ വളരട്ടെ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവർക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കൊക്കെ ഉണ്ടല്ലോ ശരിക്കും. നമ്മളിവിടെ അങ്ങനെ അവർ പള്ളിയിലച്ചന്മാരൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉയർത്താറുണ്ട്. കുട്ടികളെ നിയന്ത്രിക്കാൻ പാടില്ല, കുട്ടികൾ ദൈവം തരുന്നതാണ്, അതിനെ മുഴുവൻ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നത്. ഇത് എല്ലാ മതങ്ങളുടെയും ഒരു അവരുടെ പ്രധാനപ്പെട്ട സ്ലോഗനാണ് ശരിക്കും പറഞ്ഞത്. ദൈവം തരുന്ന കുട്ടികളെ നിങ്ങൾ ഇല്ലാതാക്കാൻ പാടില്ല, ശാസ്ത്രീയമായ ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റില്ല, ശാസ്ത്രം എന്ന് പറയുന്നത് ദൈവവിരുദ്ധമാണ് എന്ന നിലയ്ക്ക്. അത് ഇപ്പോൾ മാത്രമല്ല, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ളതാണ്. ഗലീലിയോൻ്റെ കാലം മുമ്പ്. ഞാൻ പറയുന്നത് ഈ പേടിയെല്ലാം നെതന്യാഹുവിനും അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി മുസ്ലിമാണ് യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് പറയുന്നത്. അല്ല, ട്രംപൊക്കെ ആൻറ്റി മുസ്ലിമാണ്, അയാൾ ആൻറ്റി അമേരിക്കൻ പോലും ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അയാൾ ഒരു വളരെ മോശം കൾച്ചറിൻ്റെ ഒരു പ്രതിനിധിയാണ്. അയാൾ തിരഞ്ഞെടുത്ത അമേരിക്ക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരു ജനതയായിട്ട് മാറി തീർന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാനതിനെ കണക്കാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ, ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിൽ, ട്രംപ് ഒരു പ്രാവശ്യം അധികാരത്തിൽ വന്നതാണ്, അത് നമുക്കറിയാവുന്നൊരു കാര്യം. അന്നും അയാൾ ഇതുപോലെ കുറേ പ്രാന്തം പരിപാടികളൊക്കെ ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും അയാളെ തോൽപ്പിച്ചെങ്കിലും അയാളെ വീണ്ടും ജയിപ്പിച്ച അമേരിക്കൻ ജനത തന്നെയാണ്. അങ്ങനെയാണ് അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത്തരം വാദങ്ങൾ മുഴുവനും മതവാദങ്ങളാണ്, അതിന് തീവ്രവാദങ്ങളാണ്. ശരിക്കും എന്താ വേണ്ടത്? നമ്മളെന്തുകൊണ്ടാണ് ജനസംഖ്യാ നിയന്ത്രണമൊക്കെ വരും? നേരത്തെ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഈ ജനസംഖ്യയുടെ പൊട്ടിത്തെറി എന്ന് പറഞ്ഞു, അത് നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റും ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. ലോകം മുഴുവനും പ്രശ്നത്തിലായിത്തീരും എന്നത് ഒരു വശത്തൂടെ സാമ്പത്തിക വിദഗ്ധന്മാർ മുന്നോട്ട് വെച്ച ഒരാശയമായിരുന്നു. അങ്ങനെയാണ് സന്താന നിയന്ത്രണം എന്ന് പറയുന്നത് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഒരു നടപ്പിലാക്കാൻ എല്ലാവരും ശ്രമിക്കും. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഓരോ കാലഘട്ടത്തിലും മനുഷ്യരുടെ ജീവിതത്തിന് വലിയ വ്യത്യാസങ്ങളൊക്കെ വരും. ആ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികളെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതല്ല ശരി. കുട്ടികളുടെ എണ്ണം കുറച്ച് ആ കുട്ടികളെ ക്വാളിറ്റിയുള്ള കുട്ടികളായിട്ട് വളർത്തുക, അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ഏറ്റവും നല്ല ജീവസൗകര്യങ്ങൾ കൊടുക്കുക എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടാണ് ഇന്നത്തെ രക്ഷാകർത്താക്കളുടെ മുന്നിലുള്ളത്. പഴയ കാലത്ത് നമുക്കറിയാം എത്രയോ കുട്ടികളാണ് ഒരു കുടുംബത്തിലുള്ളത്. 10, 12, 13 ഒക്കെ കുട്ടികളുണ്ടാവും. പലരും ഗ്രഹണം പിടിച്ച കുട്ടികളായിരിക്കും. അവർക്ക് ആവശ്യത്തിന് പോഷകവസ്തുക്കൾ ഉണ്ടാവില്ല, ഭക്ഷണം കിട്ടില്ല, വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അതൊക്കെ ഒരു പഴയ കാലത്തിൻ്റെ പ്രതീകമാണ്. പുതിയ കാലത്ത് അത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് ശാസ്ത്രബോധമുള്ള മനുഷ്യത്വമുള്ള മനുഷ്യർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ശരിയും. അതിൽ ഈ മതം കയറി വന്നിട്ടാണ് ഇത് മുസ്ലിങ്ങൾ അങ്ങനെ പെരുകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളും പെറ്റു പെരുകും എന്നൊക്കെ പറഞ്ഞു. തള്ളിക്കളയേണ്ടതായിട്ടുള്ള വാദങ്ങൾ മാത്രമാണ്.